മമ്മൂക്കയാണോ ശരിക്കും ഒരു 70% നമ്മൾ ഫൈറ്റ് മമ്മൂക്ക തന്നെയാണോ ചെയ്യുന്നത്, അതോ മമ്മൂക്കയുടെ ഡ്യൂപ്പാണോ ചെയ്യുന്നത്? അങ്ങനെ ഒരു ചർച്ച നടക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ പറയുന്ന ആളുകൾ കുറേ പറഞ്ഞുണ്ടാക്കും. പക്ഷേ സ്വാഭാവികമായിട്ട് വലിയ വലിയ അപകട സാധനങ്ങൾ വരുമ്പോൾ ഡ്യൂപ്പിനെ ഉപയോഗിക്കും എന്നല്ലാതെ 80% പുള്ളിയുടെ ലുക്കും കാര്യങ്ങളാണ്. ആ ലുക്ക് വിട്ടിട്ടുള്ള ഒരു പരിപാടിയില്ല. അതിലാണ് മലയാള സിനിമയിൽ എല്ലാ സൂപ്പർ ഹീറോസും പിടിച്ചിരിക്കുന്നത്. അത് മമ്മൂക്കയുടെ ആക്ഷൻ എന്ന് പറഞ്ഞാൽ അത് വേറെ ആർക്കും ചെയ്യാൻ പറ്റില്ല. അത് പുള്ളി മാത്രമേ ചെയ്താലേ ശരിയാവുള്ളൂ. ചുമ്മാ വേറൊരു ഡൂപ്പിനെ കൊണ്ടുവന്ന് ഇടിപ്പിക്കാം നമുക്ക്. പക്ഷെ ആ ഒരു ആക്ഷൻ അത് ചെയ്യണമെങ്കിൽ അത് മമ്മൂക്ക തന്നെ ചെയ്യണം. അത് വേറെ ആരും ചെയ്യില്ല. അത് ഈ ഏജ് ഒന്നും പുള്ളിക്ക് പ്രശ്നമല്ല. ഇപ്പോഴും ചെറിയ പയ്യന്മാരെ പോലെ ചെയ്യണം. അത് അടുത്തുനിന്ന് കാണുമ്പോൾ നമ്മൾ ആലോചിക്കണം. അത് ഒരു ഇടിയൊക്കെ കൊടുത്തിട്ട് അതിൻ്റെ എഫേർട്ട് അത് തിരിഞ്ഞ് വന്ന അറ്റം വരെ പുള്ളി പോകാം. പകുതി വരെ ശരിക്കും ഉണ്ടാവുള്ളെങ്കിൽ ആ ടോട്ടൽ കാര്യം പുള്ളി ചെയ്യാറുണ്ട്. അത് ഈ ദാബയിൽ നമ്മൾ സെറ്റ് ഇട്ടപ്പോൾ അതിൽ ഒരു കൈ വന്ന് ഇടിച്ച് താഴെ ഉരുണ്ട് വീണൊക്കെ ഉണ്ട്. അതൊക്കെ ആക്ച്വലി ഡൂപ്പിനെ വെച്ച് ചെയ്യിപ്പിക്കാം. അതൊക്കെ പുള്ളി തന്നെ ചെയ്തത്. രാത്രി 2 മണിക്കാണ് ചെയ്തേക്കുന്നത്. അതൊക്കെ നമ്മൾ വിശ്വസിക്കും. ഇത് നമുക്ക് അല്ലാതെ ആരോ ചെയ്തത്. അതിൽ ഏറ്റവും നമ്മൾ ഒരു ദാബ സെറ്റ് ഇട്ടിട്ടുണ്ട്, ഒരു ഫൈറ്റ്. അത് നമ്മൾ കറക്റ്റ് 7 ഡേയ്സിലാണ് ഉണ്ടാക്കിയത്. അതായത് 7 ദിവസം പെരുമഴയത്താണ് ആ സെറ്റ് ഇട്ടത്. അതിലാണ് ഫുൾ ഫൈറ്റ് കിടക്കുന്നത്. ഫൈറ്റിൻ്റെ ഇടയിൽ ഇപ്പോൾ ട്രെയിലറിൽ കാണിക്കുന്ന വെടിവെക്കുന്നതൊക്കെ അവിടെ. അപ്പോൾ 7 ദിവസം എന്ന് പറഞ്ഞാൽ ടാർഗറ്റ് കറക്റ്റ് ഡേറ്റാണ്. അത് കഴിഞ്ഞ് നമുക്കൊക്കെ വേറെ പടത്തിൻ്റെ ഇതൊക്കെ ഉണ്ട്. അപ്പം നമ്മളൊന്ന് ഡിലേ ആയാൽ പിന്നെ 1 മാസം പിന്നും വെയിറ്റ് ചെയ്യണം. ഇങ്ങനെയൊക്കെ പ്രശ്നം വന്നപ്പോൾ നമ്മൾ ആ 7 ദിവസം കുറേ ആളുകൾ വെച്ചിട്ട് രാത്രിയും പകലും ഇല്ലാണ്ട് ചെയ്ത സെറ്റാണ് അത്. പക്ഷേ പടത്തിൽ ഗംഭീരമായിട്ട് വന്നിട്ടുണ്ട്.